കേരളത്തിലെ വോട്ടർമാരോട് പറയുവാനുള്ളത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 5 ദിനം മാത്രം. ഇന്നേക്ക് 5-ാം നാൾ കേരള ജനത പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഇനി കൃത്യമായി പറഞ്ഞാൽ വെറും 80 മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 80 മണിക്കൂറുകൾക്കുള്ളിൽ കേരള ജനതയുടെ വരുന്ന 5 വർഷത്തെ ഭാവി നിർണ്ണയിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, അതിൻ്റെ ഫലത്തെക്കുറിച്ച് പലതരത്തിലുള്ള സർവേകൾ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലുള്ള പ്രവചനങ്ങൾക്കൊക്കെ നിയന്ത്രണവും നിരോധനവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പല ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ പ്രീ പോൾ സർവേകൾ നടത്തി അതിൻ്റെ ഫലം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ജനത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് 3 തരത്തിലുള്ള സർവേകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ PR ഏജൻസികളുടെ പണം വാങ്ങി കൃത്യമായും തങ്ങൾക്കാണ് മുൻതൂക്കം, വരാൻ പോകുന്ന നിയമസഭയുടെ ട്രെൻഡ് ഇപ്രകാരമായിരിക്കും, സീറ്റ് നില ഇപ്രകാരമായിരിക്കും എന്നും പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള കൃത്രിമമായ ഫേക്ക് പ്രവചന ഫലങ്ങളായിരിക്കും ഇവർ പുറത്തുവിടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാതൃഭൂമി അടക്കമൊക്കെയുള്ള ആ പ്രവചനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൃത്യമായി പണം വാങ്ങി കൃത്യമായി ഒരു മാനിപ്പുലേഷൻ നടത്തുവാനുള്ള ശ്രമമാണ് അത് എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ പറ്റും. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സത്യസന്ധമായ ഒരു സർവേ അല്ല. കോടികൾ വാങ്ങി തങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ്, അതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഒരു 4 to 5% ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ്റെ വോട്ടാണ്. അവർ ട്രെൻഡിനൊത്തേ നിൽക്കത്തുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് മമതയൊന്നുമില്ല. വെറുതെ എന്തിനാ തോക്കുന്നവന് വോട്ട് ചെയ്യുന്നത്, എന്നാൽ ജയിക്കാൻ സാധ്യത ഉള്ളവനങ്ങ് ചെയ്തേക്കാം, വെറുതെ എൻ്റെ വോട്ട് പാഴാക്കണോ എന്ന് ഇത്തരം ആളുകൾ ചിന്തിക്കും. ഇത്തരം ആളുകളെ സ്വാധീനിക്കുന്നത് ഈ അവസാന നിമിഷത്തെ ഇത്തരത്തിലുള്ള ഈ മാധ്യമ വിചാരണകളും എക്സിറ്റ് പോളുകളും പ്രീ പോളുകളും ഒക്കെയാണ് ഇവരെ വളരെയേറെ സ്വാധീനിക്കും. അന്നേരം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സെഗ്മെന്റിനെ, ഈ ഒരു 4 to 5% ആൾക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്രകാരം ഒരു പ്രീ പോൾ സർവേ ഇവർ നടത്തുന്നത്, ഇതുപോലുള്ള ഫാബ്രിക്കേറ്റഡ് റിസൾട്ടുകൾ വിടുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത, അത്തരം പ്രവചനങ്ങളിൽ നിങ്ങൾ വീഴരുത്. 2 എന്ന് പറയുന്നത് വെറും ഊഹാപോഹം വെച്ചുകൊണ്ടുള്ള പ്രവചനങ്ങൾ. അതായത് നമുക്കറിയാം, വെറും ചുമ്മാ ഒരു ഊഹം വെച്ച്, പൊട്ടത്താപ്പ് കണക്ക് വെച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രത്യേകിച്ച് ഗ്രൗണ്ട് വർക്ക് ഒന്നും ചെയ്യാതെ പറയുന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ. 3, തങ്ങളാൽ ആവുന്ന വിധം, അതായത് ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ ലബോറിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഓരോ 140 മണ്ഡലങ്ങളിലെയും ആ സകല വിഭാഗങ്ങളും, അതായത് നമുക്കറിയാം ഒരു സമൂഹം, ഒരു മണ്ഡലം, ഇപ്പം തിരുവനന്തപുരം മണ്ഡലം എടുക്കുക, അന്നേരം ഈ മണ്ഡലത്തിൽ വരുന്ന ഒരു 3-3.5 ലക്ഷം വോട്ടർമാരുണ്ടെന്ന് വെക്കുക. അപ്രകാരം ഒരു വോട്ടർമാരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത് അതിനകത്ത് തൊഴിലാളികൾ കാണും, സർക്കാർ ഉദ്യോഗസ്ഥർ കാണും, അതുപോലെ തന്നെ കർഷകർ കാണും, ഓരോ വിഭാഗത്തിലും പെട്ട സമുദായങ്ങളിലും ജാതികളിലും പെട്ട ആളുകൾ കാണും. അന്നേരം ഇവരുടെ എല്ലാം വോട്ടിംഗ് പാറ്റേണും തിങ്കിങ്ങും ഒക്കെ വളരെ വ്യത്യാസമാണ്. അന്നേരം ഈ ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും കൃത്യമായ സാമ്പിളിംഗ് നടത്തി അത്രയും കൃത്യമായി അത് മെറ്റിക്കുലസ്ലി അത് കൃത്യമായി എടുത്ത് അത് ടാബുലേറ്റ് ചെയ്ത് അത് ശാസ്ത്രീയമായി അപഗ്രഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏതാണ്ട് ഒരു 75 to 80% റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പലപ്പോഴും ഇത് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പല വൻപൻ ഈ പ്രവചന ഏജൻസികളും മാധ്യമ ഏജൻസികളുടെയും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായി പ്രവചനങ്ങൾ നിലയിൽ പൊട്ടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് കൃത്യമായി പ്രോപ്പറായി നിർവഹിക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അത് ഏത് നിമിഷവും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 70-75% മാത്രമേ നമുക്കിതിനൊരു നീതി പുലർത്താൻ സാധിക്കത്തുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ ഊഹാപോഹം കണക്കുകളാണ് ഒന്നെങ്കിൽ പണം വാങ്ങിയുള്ള മാനിപ്പുലേറ്റ് ചെയ്യുവാനുള്ള ജനങ്ങളുടെ ആ ഒരു ചിന്താശേഷിയെ ഇവരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ട്രെൻഡ്, ഒരു ഭീതി ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി പണം വാങ്ങിയുള്ള സർവേകളുണ്ട്. 2 പൊട്ടത്താപ്പുകളുണ്ട്.
മറ്റ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരാലാകുന്ന രീതിയിലൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ വരുന്നു. ഇതൊന്നും പക്ഷേ കൃത്യമായിരിക്കണം എന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാരോട് i2v ന്യൂസിന് പറയുവാനുള്ളത്, നിങ്ങൾ ഇത്തരം പ്രവചനങ്ങളിലും ഈ പ്രീ പോൾ സർവേകളിലൊന്നും വിശ്വസിക്കരുത്. നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ളവരായിരിക്കണം. ഈ കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ എന്ത് സംഭവിച്ചു, ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി വിലയിരുത്തി ആ സ്ഥാനാർത്ഥികളെ നോക്കി മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ എന്നാണ് i2v ന്യൂസിന്റെ അഭ്യർത്ഥന. നിലവിലുള്ള കേരളത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ആവേശത്തിലായിരിക്കും ജനങ്ങൾ. നമ്മൾ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കടകളുടെ ചുറ്റും അല്ലെങ്കിൽ ആളുകളൊക്കെ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നത് ഈ രാഷ്ട്രീയ വിഷയമായിരിക്കും. വളരെ ചൂടൻ രാഷ്ട്രീയ ചർച്ചകളായിരിക്കും നടക്കുന്നത്. എന്നാൽ വളരെ നിർജീവമായ ഒരു അവസ്ഥയാണ് ഈ 140 മണ്ഡലങ്ങളിലും നമുക്ക് നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ആവേശപൂർവ്വം ഒരു അനൗൺസ്മെന്റ് വണ്ടി ഇങ്ങനെ ഒരു റെക്കോർഡഡ് വോയിസും മ്യൂസിക്കും ഇട്ടൊരു വണ്ടി പാഞ്ഞു പോകുന്നു, അതാരും ശ്രദ്ധിക്കുന്നില്ല. സ്ഥാനാർത്ഥിയുടെ പ്രകടനമാണെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം അനുസരിച്ച്, പ്രത്യേകിച്ചിട്ട് BJP ആണെങ്കിലും 3 പാർട്ടികളാണെങ്കിലും അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ചും ഫണ്ട് അനുസരിച്ചിട്ടും വമ്പൻ കൂറ്റൻ പ്രകടനങ്ങളും റാലികളും ചെണ്ടയടിയും പടക്കം പൊട്ടും അങ്ങനെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി ഇവർ ഇങ്ങനെ പോകുന്നു. ആളുകൾ പക്ഷേ വളരെ നിർവികാരമായിയാണ് ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത്. കാരണം ഏതവം വന്നാലും ഞങ്ങൾക്ക് കിടക്കപ്രതിയില്ല, ഏതവം വന്നാൽ ഞങ്ങൾക്ക് എന്താ, ഇതിവിടെ അണലി പോയി മൂർഖൻ വരുന്നു എന്ന് പറയുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. LDF പോയി UDF വരുന്നത് അണലി പോയി മൂർഖൻ വരുന്നു എന്ന് പറയുന്ന ഒരു ഭാവം മാത്രമേ ജനങ്ങൾക്കുള്ളൂ. കാരണം ഏതവൻ വന്നാലും, കാരണം 10 കൊല്ലം പട്ടിണി കടന്ന് വിശന്ന് ആർത്തി പിടിച്ചു വരുന്ന ആർത്തി പണ്ടാരങ്ങൾ ഇവന് ഇത്തിരി ശാപ്പാട് കെട്ടിക്കഴിഞ്ഞാൽ ഏത് ആക്രാന്തത്തിലായിരിക്കും അവൻ വെട്ടിവിഴുങ്ങി തിന്നുന്നത്. അതുപോലായിരിക്കും ഈ 10 കൊല്ലം കരക്കിരുന്ന ഈ UDFകാർ ഭരണത്തിലേറി കഴിഞ്ഞാൽ ഇവന്മാർ യാതൊരു വെളിവില്ല. അത് ജയിലിൽ പോയാലും വേണ്ടില്ല, പണ്ടാരം അടങ്ങണം, കട്ടും മുടിപ്പിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇവന്മാർ വരുന്നത്. അതുകൊണ്ട് ആര് വന്നാലും ഞങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല, ഇവന്മാർക്കും കുടുംബത്തിനും വേണ്ടി കട്ടുപിടിക്കാനാണ് എന്നൊരു ഒരു ഒരു യാഥാർത്ഥ്യബോധം കേരളത്തിലെ ജനങ്ങൾക്ക് വന്നതുകൊണ്ടാണ് ആർക്കും ഒരു അമിതാവേശം ഈ വിഷയത്തിൽ ഇല്ലാത്തത്. രാഷ്ട്രീയപരമായ തല്ലുകൾ നടക്കുന്നില്ല, വാഗ്വാദങ്ങൾ നടക്കുന്നില്ല, വാതുവെപ്പുകൾ നടക്കുന്നില്ല, ഒന്നുമില്ല. വളരെ നിർജീവമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും തിരിച്ചറിയേണ്ടുന്ന, ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമുണ്ട്, VD സതീശൻ. VD സതീശൻ എന്ന് പറയുന്ന ആ തീവട്ടി കഴിഞ്ഞ 5 കൊല്ലം പിണറായി വിജയന്റെ ദാസനായിരുന്ന് സകല സെറ്റിൽമെന്റുകളുടെയും ഇടനിലക്കാരനായി കൃത്യമായ 50% കമ്മീഷനും അടിച്ച് പ്രതിപക്ഷത്തെ വരിയുടച്ച വണ്ടിക്കാളകളാക്കി യാതൊരു പ്രതികരണശേഷിയും ഇല്ലാത്തവന്മാരാക്കി മാറ്റിയ ആ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും പിണറായി വിജയന്റെ ഒരു വിശ്വസ്തനായിരുന്നു, അടിമയായിരുന്നു. 2016 പിണറായി വിജയൻ അധികാരത്തിലേറുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആ VD സതീശൻ എപ്പോഴും VD സതീശനാണ് പിണറായി വിജയന്റെയും LDFന്റെയും ദുരിതകാലത്ത് എപ്പോഴും രക്ഷകനായി വന്നിട്ടുള്ളത്. ശബരിമല വിഷയം ആളിക്കത്തി, ഇവരുടെ സകല പ്രതിച്ഛായയും പോയി, വമ്പൻ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുണ്ടായപ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ രക്ഷകനായി എത്തിയത് മറ്റാരുമല്ല, VD സതീശനാണെന്നുള്ള ആ യാഥാർത്ഥ്യം കേരളത്തിലെ വോട്ടർമാരെ നിങ്ങൾ മറക്കരുത്. 1-2 മാസമല്ല, കഴിഞ്ഞ 5.5 മാസക്കാലം ഈ രാഹുൽ വിഷയം എടുത്തിട്ട് അലക്കി ഇവന്മാർ ആ വിഷയത്തിൽ നിന്നും ഭരണകൂട വിരുദ്ധ വികാരത്തിൽ നിന്നും അതിനെ നള്ളിഫൈ ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ചു കൊടുത്ത പിണറായി വിജയന് വീണ്ടും അവസരം ഒരുക്കുവാൻ വേണ്ടുന്ന എല്ലാ വഴിയും വെട്ടിക്കൊടുത്തത് ഈ VD സതീശനാണെന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ മറന്നുപോകരുത്. കോടികൾ മുടക്കി ഇയാളുടെ കയ്യിലുള്ള കള്ളപ്പണം ഇറക്കി PR ഏജൻസികളെ വെച്ച് സകല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് ഒരു സിൻഡിക്കേറ്റ് മാധ്യമ ശൃംഖലയുണ്ടാക്കി PR ഏജൻസികളെ വെച്ച് എന്തൊരു വലിയ ക്യാമ്പയിനാണ് ഇയാൾ മാസങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് പിണറായി വിജയന് തുടർഭരണം ഉണ്ടാക്കുക, ഭരണം കിട്ടിയില്ലെങ്കിലും തനിക്ക് തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള അവസരമുണ്ടാവും. ഏതായാലും UDFന് ഭരണം കിട്ടിയാൽ തന്നെ മുഖ്യമന്ത്രിയാക്കത്തില്ല എന്ന് ഇപ്പോഴും VD സതീശൻ ബലമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് ഇന്നും എപ്പോഴും ചെയ്തുകൊണ്ടുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇയാൾ ഭയങ്കര വായ്ത്താളം വിടുന്നു, വായ്ത്താരി വിടുന്നു, പല കാര്യങ്ങളൊക്കെ പറയുന്നു.
ഈ കൊള്ളമുതലുമായി കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഒരു പ്രതിപക്ഷമില്ലായിരുന്നു. ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ട്രെൻഡ് അനുസരിച്ച് 5 വർഷത്തിന് ശേഷം ഇടതുപക്ഷം ഭരിച്ചാൽ പിന്നെ വലതുപക്ഷം വരും, വീണ്ടും ഇടതുപക്ഷം വരും. ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ 5 കൊല്ലം കൊണ്ട് അതിന്റെ ഏറ്റവും പരമോന്നത കോടിയിലെത്തും. എന്നാൽ പിണറായി വിജയന് തുടർഭരണമുണ്ടായത് ഇവിടെ ഒരു പ്രതിപക്ഷമില്ലായ കൊണ്ടാണ്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് വെറും കിഴങ്ങന്മാരും കിണകളുമായി പോയത് കൊണ്ടാണ് പിണറായി വിജയന് വീണ്ടും ഒരു തുടർഭരണത്തിലുള്ള അവസരം ഉണ്ടായത്. ഇപ്പോഴും മൂന്നാം തുടർഭരണം, മൂന്നാമതും ഒരു അവസരം എന്ന് പറഞ്ഞ് അവർ ആവേശത്തോടെ നിൽക്കുന്നതിന്റെ ഏക കാരണം എന്ന് പറയുന്നത്, പ്രിയമുള്ള ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വെറും വരി ഉടച്ച വണ്ടിക്കാളകളായി ഒന്ന് പ്രതിഷേധിക്കുവാൻ, ഒന്ന് മുരളുവാൻ പോലും ശേഷിയില്ലാത്ത വെറും മൊണ്ണകളായി പോയത് കൊണ്ടാണ് ഇപ്പോഴും മൂന്നാം തുടർഭരണം എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷം ഇവിടെ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയുണ്ടാക്കിയിട്ട് യാതൊരു നാണവും ഇല്ലാതെ VD സതീശൻ അവകാശപ്പെടുന്നു ഞങ്ങൾക്ക് 100 സീറ്റ് ഉറപ്പാണെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പൊട്ടത്താപ്പ് കണക്കുകളും പൊട്ടത്താപ്പ് പ്രവചനങ്ങളും നടത്തുന്ന ഏജൻസികളെ പോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഏകാധിപതിയുടെ വെറുപ്പിക്കൽ എന്ന ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഈ പിണറായി വിജയന്റെ മുഖം കണ്ടാൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു കുത്തുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് ആ പിണറായിസത്തിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിൽ ആക്കി പ്രതീക്ഷ വെച്ച് 100 സീറ്റ് എന്ന് പറയുന്ന ഇവൻ എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ മണ്ഡലങ്ങൾ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം യാതൊരു പ്ലാനും പദ്ധതികളും ഇല്ലാതെ പിണറായി വിജയന്റെ കമ്മീഷനും മേടിച്ച് നക്കിത്തിന്ന് ഇലനക്കിപ്പട്ടിയായി നടന്ന ഈ VD സതീശനാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ മറിക്കും ഒലത്തും എന്ന്. ആ 5 പ്രഖ്യാപനങ്ങൾ കേട്ടാൽ കൈയില്ലാത്തവൻ പോലും ഏച്ച് വെച്ച് ഇവന്മാർക്കട്ടടിക്കും. കാരണം അതുപോലുള്ള പരിഹാസ്യമായ 5 ഓഫറുകളാണ് കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇന്ദിര പദ്ധതി എന്ന്. ഇന്ദിര ആരാ? ഇന്ദിര സെക്യൂരിറ്റി. ഓർക്കുക, സ്വന്തമായി ഒരു സെക്യൂരിറ്റി, അതായത് ഒരു സുരക്ഷിതത്വമില്ലാതിരുന്ന ഒരു ലേഡിയായിരുന്നു ഇന്ദിരാഗാന്ധി. അവരെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരാൽ വെടിയെ ഉതിർത്ത് കൊല്ലപ്പെട്ട ആ ഇന്ദിരയുടെ പേരിലാണ് അപ്രകാരം സ്വന്തം ജീവനെ പോലും സംരക്ഷിക്കുവാൻ പറ്റാതിരുന്ന അവരുടെ പേരിലുള്ള ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക യാതൊരു ഉറപ്പുമില്ലാത്തൊരു പദ്ധതിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ഈ അവസാന ലാപ്പിലുള്ള ഈ പ്രൊപ്പഗണ്ടയിലും ഈ പ്രൊമോഷൻസിലൊന്നും നിങ്ങൾ വീഴരുത്. കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 10 കൊല്ലമായി ഇവന്മാർക്ക് ഭരണമില്ലാതെ ചൊറിയും കുത്തി കരക്കിരിക്കുകയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കുക, പണത്തിന് ഒട്ടും കുറവില്ല. കോടികൾ ചെലവഴിച്ചുള്ള ക്യാമ്പയിൻ കോൺഗ്രസ് നടത്തുന്നു. 140 മണ്ഡലങ്ങളിലും. എവിടെ നിന്ന് വരുന്നു ഈ പണം? VD സതീശൻ ചോദിച്ചതുപോലെ ഞങ്ങളുടെ വീടുകളിൽ നാളികേരമിട്ട പണം കൊണ്ട് രാഷ്ട്രത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതുപോലെ കരിമണൽ കർത്തയെ പോലുള്ള ഉമ്മാരുടെ കയ്യിൽ നിന്നും പിടുങ്ങുകയല്ലാതെ വേറെ എന്താണ് മാർഗം എന്ന് ചോദിച്ച ആ VD സതീശന്റെ ചോദ്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഉയർത്തേണ്ടുന്ന ചോദ്യം, കഴിഞ്ഞ 10 കൊല്ലമായി ഭരണമില്ലാതിരിക്കുന്ന, ദേശീയ തലത്തിൽ തന്നെ സകല പ്രസക്തിയും നഷ്ടപ്പെട്ട ഡൽഹിയിലെ ഓഫീസിന്റെ വാടക കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ പോകേണ്ടുന്ന അവസ്ഥയുള്ള ഇവന്മാർക്ക് ഈ പണം എവിടെ നിന്നാണ്, ആരാണ് ഈ പണം മുടക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആരാണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ സാധ്യതയുള്ളതെന്ന് പറയുന്നത് കർണാടക ലോബിയും തെലങ്കാനയുമാണ്. ഈ ലോബിയാണ് ഇവിടെ പണമിറക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക് 1.5 കോടി രൂപ വീതമാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. 1.5 കോടി രൂപ. 140 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾക്കും 1.5 കോടി രൂപ കയ്യിൽ കൊടുക്കും. പിന്നെ പാർട്ടിക്ക് ലോക്കലി പിരിക്കാം. സ്ഥാനാർത്ഥിയുടെ ആംബിയറും കപ്പാസിറ്റിയും അനുസരിച്ച് എവിടെ നിന്നൊക്കെ പിരിക്കാവോ അവിടെ നിന്നൊക്കെ പിരിക്കാം. ചുരുക്കം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 75 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെ ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും പോക്കറ്റിൽ കിടക്കും. അന്നേരം അതുകൊണ്ട് തോറ്റാലും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അന്നേരം ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കർണാടക ലോബിക്ക് കൃത്യമായ പ്ലാനും പദ്ധതികളുമുണ്ട്. ഈ പണം ചുമ്മാ കൊടുക്കുന്നതല്ല, നേർച്ചയിടുന്നതല്ല. ഇവിടെ ഈ പണം ഇറക്കി ഭരണം പിടിക്കുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായും അവർ കാര്യങ്ങൾ നിയന്ത്രിക്കും.
അവരായിരിക്കും മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്, അവരായിരിക്കും മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്, അവരായിരിക്കും സകലതും നിയന്ത്രിക്കുന്നത്. കാരണം പണം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അവരാണ് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യാതൊരു ലോജിക്കുമില്ലാത്ത ചില നാടകങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. കാരണം ഇതിലേ നടക്കുന്ന കതറുമെട്ട് നടക്കുന്ന മോന്മാർക്ക് യാതൊരു പിടിയും ഈ സംഘടനയിലില്ല. കാരണം കാശ് മുടക്കിയേക്കുന്നവന്മാർ കർണാടകയിലെ തീവട്ടികളാണ്. അവന്മാരുടെ റിമോട്ടിനനുസരിച്ച് തുള്ളുന്ന വെറും കളിപ്പാട്ടങ്ങളാണ് ഈ ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇടതുപക്ഷത്തിന്റെ കാര്യം എടുത്താലും പിണറായി അല്ലാതെ വേറെ ആരുണ്ടെന്നാണ് ചോദിക്കുന്നത്. സത്യമല്ലേ? ഇന്നലെ ഞങ്ങൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ സാധ്യതയുള്ള മുതിർന്ന നേതാക്കന്മാരെ എല്ലാം ടേമിന്റെ കാര്യം പറഞ്ഞ് ആദ്യമേ വെട്ടി, അതിനുശേഷം യുവനേതാക്കന്മാരായിട്ടുള്ള പല നല്ല യുവനേതാക്കന്മാരെയും ഒരു രണ്ടാം നിര യാതൊരു കാരണവശാലും ഉയർന്നു വരരുതെന്ന തീരുമാനത്തോടുകൂടി ആ രണ്ടാം നിരയെ വെട്ടി നിരപ്പാക്കി. അങ്ങനെ ഞാനും എൻ്റെ മുറിമോനും എന്നുള്ള ആ ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമായി. പിന്നെ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടെന്ന് കേരളത്തെ നോക്കി ഈ അന്തംകമ്മി വിജയം ചോദിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഓർക്കണം. ഹോർഡിങ്ങുകളിൽ ഇയാളുടെ മുഖം കാണുമ്പോൾ ഓർത്തോണം, ഈ വിജയനെ യാതൊരു കാരണവശാലും നിങ്ങൾ വിജയിപ്പിക്കരുത്. 10 കൊല്ലം ഈ പിണറായി വിജയൻ എന്ന ഈ ഏകാധിപതി കേരളത്തെ വാഴുവാൻ അവസരമുണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ കഴിവില്ലാത്ത കിഴങ്ങന്മാരായ കിണകളായ കോൺഗ്രസ്സുകാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇനിയും ഒരവസരം നമ്മൾ പിണറായി വിജയന് കൊടുക്കരുത്. പിണറായി വിജയൻ വീണ്ടും വന്നാൽ ഞരമ്പ് ശശി മറ്റേ തീവട്ടിക്കൊള്ളക്കാരന്മാരും മാഫികളുമായിരിക്കും ഈ സംസ്ഥാനം വീണ്ടും ഭരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ വിജയനെ, ഈ അഹങ്കാരിയെ, പണ്ട് ശാരത്തിൽ കിടന്ന് ദിനേശ് ബീഡിയും വലിച്ചു നടന്ന ഈ മോൻ, ഇവൻ ഇന്ന് ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ല, വീട്ടിൽ പോയി ചോദിക്കെന്നാണ് പറയുന്നത്. അന്തംകമ്മി മാധ്യമങ്ങൾ ചോദിച്ചാൽ മാത്രമേ മറുപടി പറയൂ. കൂടെ നിന്ന് സെൽഫി എടുക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ചീത്ത വിളിക്കും, അവരുടെ കൈതട്ടിമാട്ടും, കടക്ക് പുറത്തെന്ന് പറയും. ഈ അഹങ്കാരിയെ, ഈ കോരൻ വിജയനെ പടിയടച്ച് പിണ്ടം വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിനി 5 ദിവസങ്ങളേ ഉള്ളൂ. യാതൊരു കാരണവശാലും കേരളത്തിലുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ വിജയൻ എന്ന് പറയുന്ന ഈ നികൃഷ്ടജീവിയെ, ഈ ഏകാധിപതിയെ യാതൊരു കാരണവശാലും വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ കേരള ജനതയും ഇയാളുടെ ഫോട്ടോ കണ്ടാൽ യാതൊരു കാരണവശാലും വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ തീരുമാനം അപ്രകാരമാകട്ടെ. യാതൊരു കാരണവശാലും ഇപ്രകാരം ഈ 10 വർഷം കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്ത ഈ നരാധമന് യാതൊരു കാരണവശാലും ഒരു അവസരം കൊടുക്കരുത് എന്നൊരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തണം. പിന്നെ ആര് വരണം? പിണറായി സത്തിന് ശേഷം സതീശനിസം, ഞാൻ പറഞ്ഞ പോലെ അണലി പോയി രാജവെമ്പാല വരുന്ന ഒരു അവസരം ഉണ്ടാവാൻ അനുവദിക്കരുത്. അതിന് ചെയ്യേണ്ടുന്നത് UDF വരണം. പക്ഷേ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ പരമാവധി 1 അല്ലെങ്കിൽ 2 വോട്ടുകൾ, ഒരു 70-71 സീറ്റുകൾ മാത്രമേ ഇവർക്ക് കിട്ടാവൂ. യാതൊരു കാരണവശാലും ഒരു 71 സീറ്റിൽ കൂടുതൽ UDFന് കിട്ടുന്ന അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കരുത്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. ആ 70-71 സീറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്രകാരം ഒരു ദയനീയ കഷ്ടി വലിഞ്ഞെഴഞ്ഞുള്ളൊരു വിജയമാണെങ്കിൽ, ഈ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന് മിന്നും വിജയം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെടിക്ക് 2 പക്ഷി. ഈ പറയുന്ന ഈ പഴയ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ, സകലരെയും ഒതുക്കീസൻ എന്തു വന്നാലും വീണ്ടും പറവൂരിൽ വിജയിച്ചു കയറുവാൻ പറ്റാവുന്ന അവസരം ഇയാൾ വീണ്ടും ഇത്തവണയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടത് വലത് ഡീലുകൾ ഉണ്ടാക്കി, കോടികൾ ചിലവാക്കി ഇയാൾ എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. പറവൂരുകാർ അതുപോലുള്ള മണ്ടന്മാരാണോ എന്ന് വീണ്ടും ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി ഈ നരാധമനെ അവർ വിജയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ പറവൂരിലെ അവസ്ഥ നോക്കുക. പുനർജനി തട്ടിപ്പ്, എന്തൊക്കെ തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ മണ്ഡലത്തിൽ എന്ത് വികസനമാണ് ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അവിടുത്തെ ജനങ്ങൾ വിചാരിക്കണം. ഓരോ സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കോടികൾ കൊടുത്ത് വോട്ടുകൾ പർച്ചേസ് ചെയ്ത് വിജയിക്കുന്ന ഇവന്റെ ഈ ടാക്ടിക്സ് ഇത്തവണയും നടക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ VD സതീശൻ വിജയിച്ചു വന്നാലും UDFന് 70 അല്ലെ 71 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് തിളക്കമാർന്ന വിജയം, 100 സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ഒന്നുകൂടെ കണ്ട ശേഷം ഉടനെ വരാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പല ആവർത്തി
വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. UDF-ന് മിന്നും വിജയം, അതായത് 100 സീറ്റുകളിൽ പരം ലഭിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. UDF-ന് തിളക്കമാർന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഉറപ്പായിട്ട് പോകും. അത് വാക്കല്ലേ. കണ്ടല്ലോ, ഇയാൾ ആവർത്തിക്കുന്നു. അതുപോലെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ നരാധമനെ 2016-ൽ UDF-ന് തുടർഭരണം നഷ്ടപ്പെടുത്തിയ, 2021-ൽ കോൺഗ്രസിന് പരാജയം സമ്മാനിച്ച, ഇത്തവണയും ഈ UDF-നെ പ്രതിസന്ധിയിലാക്കിയ പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി ആ ലിങ്കർ വിപ്ലവത്തിന്റെ നായകനായി നിന്ന് പിണറായി വിജയന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ ഇല്ലാതാക്കുവാൻ മുൻകൈയെടുത്ത ഈ വി ഡി സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കുവാൻ നമുക്കിനി 5 ദിവസങ്ങൾ മാത്രം. അതുകൊണ്ട് ആ അവസരം യാതൊരു കാരണവശാലും നിങ്ങൾ കളയരുത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ, ഈ 140 മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന സകല ആളുകളോടും പറയണം, യാതൊരു കാരണവശാലും UDF-ന് 70 അല്ലെ 71 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കുവാൻ പറ്റുന്ന അവസരം ഉണ്ടാകരുത്. അപകടമാണ്. ഈ രാഷ്ട്രീയ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ആരംഭിച്ച മിഷൻ 250-യുടെ 233-ാം ദിനമാണിന്ന്. ഈ മിഷൻ 250-യുടെ 233-ാം ദിനം ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇതാണ്: ഈ രാഷ്ട്രീയ മാലിന്യത്തെ പറവൂരിൽ തന്നെ മൂടണമെങ്കിൽ, വനവാസത്തിന് അയക്കണമെങ്കിൽ ഇനിയുള്ള ഏകമാർഗം എന്ന് പറയുന്നത് ഇതാണ്. യാതൊരു കാരണവശാലും അത് UDF-ന് ഒരു 70-71 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കുന്ന അവസരം ഉണ്ടാകരുത്. അതുപോലെ പിണറായി വിജയൻ, LDF യാതൊരു കാരണവശാലും ഭരണത്തിൽ വരുന്ന അവസരം ഉണ്ടാവരുത്. വന്നാൽ ഈ സാധനത്തിനെ നമ്മൾ വീണ്ടും സഹിക്കേണ്ടി വരും, കേരളം അനുഭവിക്കേണ്ടി വരും. കേരളവും മുടിയും CPM-ഉം മുടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ ദുരന്തം ഇവിടെ CPM എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം വേണം. ഈ രാഷ്ട്രീയ കേരളത്തിൽ ഇതുപോലൊരു പ്രസ്ഥാനം ആവശ്യമാണ്. പക്ഷേ പിണറായി വിജയനെ പോലെയുള്ള ഏകാധിപതിമാർ ഇനി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ UDF വരണം. കാരണം UDF-ഉം ഇവിടെ അനിവാര്യമാണ്. പക്ഷേ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പഴയ ആ മണി ചെയിൻതട്ടിപ്പുകാരൻ ഇവിടെ പിണറായിക്ക് ശേഷം വീണ്ടും ഒരു ഏകാധിപതി കേരളത്തിന് ആവശ്യമില്ല. അപ്രകാരം വന്നാൽ അതിലും ആപത്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെ BJP-യുടെ കാര്യത്തിൽ എന്ത് നിലപാട് വേണം? BJP-യുടെ കാര്യത്തിൽ BJP-യോട് എന്തിന് കേരളത്തിലെ ജനങ്ങൾ അയിത്തം കാണിക്കണം? യാതൊരു കാരണവശാലും BJP-ക്ക് ഇത്തവണ ഭരണം പിടിക്കാൻ പറ്റാവുന്നൊരു അവസരം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് അയിത്തം കൽപ്പിച്ച് അവർക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാതെ മാറ്റി നിർത്തണം? അപ്രകാരം കൊടുത്താൽ എന്ത് നേട്ടം ഈ കേരളത്തിനുണ്ടാകും? ഇത്രയും വർഷം മാറി മാറി ഇടത് വലത് മാറി ഭരിച്ചു വന്നു. ഈ കള്ളന്മാർ കട്ടുമുടിച്ചതല്ലാതെ എന്ത് നേട്ടമുണ്ടായി? അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്ക് കേരളത്തിൽ പറ്റാവുന്ന സ്ഥലങ്ങളിൽ കുറഞ്ഞത് 5 സ്ഥലങ്ങളിലെങ്കിലും ഈ തവണ അക്കൗണ്ട് തുറക്കുമെന്നാണ് ITV ന്യൂസിന്റെ നിരീക്ഷണം. അതിനുള്ള ഒരു ഉദാഹരണം ഞങ്ങൾ പറഞ്ഞു. നേമത്ത് വളരെയേറെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാലക്കാടുണ്ട്, കഴക്കൂട്ടം, മഞ്ചേശ്വരം, ഇതുപോലുള്ള ഈ സ്ഥലങ്ങളിൽ സാധ്യതകൾ ഉണ്ട്. അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം നിയമസഭയിൽ ആ BJP-യുടെ പ്രാതിനിധ്യവും കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ ഒരു കേന്ദ്രത്തിൽ ഒരു സഹായം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ആട്ടി പുറത്തു നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഈ 2 വൃത്തികെട്ടവന്മാരെ നമുക്ക് സഹിക്കാമെങ്കിൽ എന്തുകൊണ്ട് BJP-യും കൂടി ആയിക്കൂടാ? അതിനകത്തൊരു അയിത്തവോ അല്ലെങ്കിൽ ഒരു കൽപ്പിക്കേണ്ടെന്ന കാര്യമില്ല. പ്രത്യേകിച്ച് പാലക്കാട് ഞങ്ങളോട് പറയുന്നത്, ITV ന്യൂസിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ഒരു ബന്ധമോ അവരുടെ ഏതെങ്കിലും നിലപാടിനോട് ചേർന്ന് ഞങ്ങൾ നിൽക്കുകയോ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ജിഹ്വയോ അല്ല ITV ന്യൂസ്. പക്ഷേ ഇത്തവണ പാലക്കാട്ടെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നു, യാതൊരു കാരണവശാലും ഈ വി ഡി സതീശനും സംഘവും നിർത്തിയ ആ UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നത് പാലക്കാടൻ ജനതയോടുള്ള ഒരു വെല്ലുവിളിയാണ്, കേരള ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്രകാരം സംഭവിച്ചാൽ, വിജയിച്ചാൽ ഈ കുടിലബുദ്ധിക്കാരന്മാരുടെ ആ കുടിലബുദ്ധിയാണ് വിജയിക്കുന്നതെന്ന് പാലക്കാട്ടെ അമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും രമേശ് പിഷാരടി എന്ന ആ യുവ വ്യക്തിത്വത്തോട് നമുക്ക് പിണക്കമൊന്നുമില്ല. പക്ഷേ ഇയാളെ ഒരു ഡമ്മിയാക്കി പാവയാക്കി അവിടെ കളിക്കുവാൻ, കൂത്തുകളിക്കുവാൻ ഒരു സ്റ്റേജിൽ മിമിക്രി പെർഫോമൻസിന് ഇറക്കിയിരിക്കുന്നത് പോലെ കൗണ്ടറുകൾ പറഞ്ഞ് ചിരിപ്പിച്ച് സല്ലാപം നടത്തി ഇറക്കിയിരിക്കുന്ന ഈ മനുഷ്യനെ ഇറക്കിയിരിക്കുന്നത് വി ഡി സതീശനും സംഘവുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ വിജയത്തിന്
അവന്റെ നിലപാടായിരുന്നു ശരി എന്ന് ലോകം പറഞ്ഞു എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ PR ഏജൻസികളുടെ ഒരു മാർക്കറ്റ് റിസർച്ചിന്റെ പരിണിത ഫലമാണ് ആ പിഷാരടി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും പാലക്കാട് പിഷാരടി എന്ന UDF സ്ഥാനാർത്ഥി ജയിക്കരുത്. അപ്രകാരം സാധിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ നടത്തി വന്ന ഈ നാടകങ്ങൾ, ഈ പൊറാട്ട് നാടകങ്ങൾ എല്ലാം വിജയിച്ചതിന് തുല്യമാവും. അതുകൊണ്ട് യാതൊരു കാരണവശാലും എന്നെ ശ്രമിക്കുന്ന പാലക്കാട്ടെ അമ്മപെങ്ങന്മാരെ, വോട്ടർമാരെ, നിങ്ങൾ പാലക്കാട്ട് കൃത്യമായ ഇടപെടൽ നടത്തണം. യാതൊരു കാരണവശാലും അവിടെ UDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുപോലെ പിണറായി വിജയന്റെ ട്രോജൻ കുതിര എന്ന് വിശേഷിപ്പിക്കുന്ന സാബു ബിരിയാണി പാർട്ടിയുടെ ഉപജ്ഞാതാവ്, 2020 എന്നൊരു പാർട്ടി ഉണ്ടാക്കി സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം, കിഴക്കമ്പലത്ത് തേനും പാലും ഒഴുക്കും എന്നൊക്കെ പറഞ്ഞ് വന്ന ഇവൻ അവസാനം നിലനിൽപ്പിനു വേണ്ടി ഇപ്പോൾ ചാടി BJP-യിൽ കയറി. പിണറായി വിജയനെ പഠിപ്പിക്കുവാൻ വരെ കൊണ്ടുപോയത് ഞാനാണ്, പിണറായി വിജയന്റെ മകളെ ഞാൻ വിചാരിച്ചാൽ അകത്തിടുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലൊരു നാടകമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് i2i ന്യൂസ് ഇവൻ കള്ളനാണ്, ഇവനൊരു നീലക്കുറുക്കനാണ് എന്ന് മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തോട് ഞങ്ങൾ കാണിച്ച ആ കൂറ് അവസാനിപ്പിച്ചത്. അത് ഞങ്ങൾ പൊതുജനങ്ങളോട് വിളിച്ചും പറഞ്ഞു, ഇയാളെ സൂക്ഷിക്കുക, ഇയാൾ അപകടകാരിയാണ്, ഇയാൾ ട്രോജൻ കുതിരയാണ്, ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസ് വോട്ടുകൾ പരമാവധി തല്ലിക്കളഞ്ഞ് ഇടതുപക്ഷത്തിന് പരമാവധി വോട്ടുകൾ കൂട്ടുക എന്ന് പറയുന്ന പണിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ നിലനിൽപ്പിന് വേണ്ടി BJP-യിൽ ചേർന്നു, BJP-യെയും വഞ്ചിക്കുകയാണ്. ഇയാൾ 20 സീറ്റുകളാണ് BJP-യുടെ കയ്യിൽ നിന്നും ഘടകകക്ഷിയിൽ നിന്ന് ഇറക്കി മേടിച്ചിരിക്കുന്നത്. 20 പേരെന്ന് പറഞ്ഞാൽ ഈ സാബു ജേക്കബിന്റെ കൂടെ പോലും 20 പേര് വരില്ല എന്ന ആ ബോധം പോലും BJP-ക്ക് ഉണ്ടായില്ല. അവിടെയാണ് BJP സംസ്ഥാന നേതൃത്വത്തിന് പാളിയത്. ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തുവാൻ പോയിട്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കുവാൻ പോലും ഒരു 20 പേരെ തികച്ചില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ ബിരിയാണി പാർട്ടി എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അവസാനം ഓടി നടന്ന് ഈ സിനിമാ സെറ്റില് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊടുക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരെ കൊണ്ട് ടിക്ടോക്ക് താരങ്ങള്, പഴയ മറ്റേ മാട്ട ഷോ കളിക്കുന്ന ആളുകള്, സീരിയലിലെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകള്, ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം വമ്പൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ പുറകെ ഓടിച്ചിട്ട് പിടിച്ച് എങ്ങനെയോ പാടുപെട്ട് 20 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. ഈ ജട്ടി സാബുവിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് വിജയിപ്പിക്കുക എന്നല്ല. വിജയിപ്പിക്കുവാനാണെങ്കിൽ ഇദ്ദേഹം ഇപ്രകാരമുള്ള ഈ ടിക്ടോക്ക് താരങ്ങളുമായിട്ട് വരത്തില്ലായിരുന്നു, മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളെ ഇറക്കുമായിരുന്നു. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസ് മേഖലകളിൽ പരമാവധി കോൺഗ്രസ്സുകാരുടെ വോട്ട് നൽകുക. പ്രത്യേകിച്ച് ആ യാക്കോബായ സഭാംഗമായ ഇദ്ദേഹം ശ്രമിക്കുന്നത് യാക്കോബായ സഭാംഗങ്ങളുടെ വോട്ടുകൾ സഭാപ്രശ്നം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പരമാവധി ആ പറയുന്ന പെരുമ്പാവൂർ, കോതമംഗലം ഒക്കെ വരുന്ന യാക്കോബായ ബെൽറ്റുകളിൽ പരമാവധി അവരുടെ വോട്ടുകൾ, അതായത് കോൺഗ്രസിന് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ പരമാവധി തൻ്റെ സ്ഥാനാർത്ഥികളിലേക്ക് ആക്കി അവിടെ ഇടതുപക്ഷത്തിന് വിജയിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടായി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്ലാനുമായിട്ട് വന്നേക്കുന്ന ട്രോജൻ കുതിരയാണ് ഈ സാബു. അവന്റെ സ്ഥാനാർത്ഥി, അവന് പറ്റിയ ചിഹ്നമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്, ചക്ക. സാബുവിന്റെ കൂടെ ചക്ക ചീഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിച്ചു പറയണം. ഈ 20 മണ്ഡലങ്ങളിൽ ടിക്ടോക്ക് താരങ്ങളെ ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിനുള്ള വോട്ട് കളയാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അവിടെ അബദ്ധം പറ്റരുത്. സാബുവിന്റെ ചക്ക കേട്ട് നിങ്ങൾ വോട്ട് കുത്തരുത്. ഇവൻ കള്ളനാണ്, ഇവൻ പിണറായി വിജയന്റെ പിടിച്ചുവെപ്പുകാരനാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സാബുവിന്റെ ആ കൂഴച്ചക്ക കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവന്റെ മുഖം ഓർക്കണം. ഇവൻ യാതൊരു നിലപാടുമില്ലാത്ത, അപ്പ കാണുന്നവനെ ഡാഡി എന്ന് വിളിക്കുന്ന മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ള എട്ടുകാലി മമ്മൂഞ്ഞായ ട്രോജൻ കുതിരയായ സാബുവാണ്. സാബുവിന്റെ ടിക്ടോക്ക് താരങ്ങളെ യാതൊരു കാരണവശാലും ജയിപ്പിക്കരുത്. അപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ UDF-ന് അത് ക്ഷീണമുണ്ടാകും. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഭരണമാറ്റം ഉണ്ടാവണം. ഭരണമാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു 71 സീറ്റുകളിൽ ഈ UDF-നെ ഇവിടെ വിജയിപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഒരു 5 സീറ്റെങ്കിലും BJP-ക്കാരും ജയിച്ചോട്ടെ. ഈ പിണറായിയും മറ്റ് ശില്പന്തികളും പ്രതിപക്ഷത്തേക്കും പോകുന്നൊരു അവസരമാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടുന്നത്. ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ രൂപപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആത്യന്തികമായ ആഗ്രഹം. ഈ പാർട്ടിസാൻ പൊളിറ്റിക്സ് തടയണം. വെടിമെടുക്കന്മാരായ പാർട്ടിയിലും ജാതിയിലും അധിഷ്ഠിതമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ തകർന്ന് ഓരോ മേഖലയിലെയും പ്രൊഫഷണലുകളായ നല്ല പ്രൊഫഷണലുകൾ മുന്നോട്ട് വന്ന് ഈ സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം.
അതിന് വലിയ ദൂരം നമുക്ക് താണ്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇനി 80 മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, 5 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ സമയത്തുള്ളിൽ നമുക്കൊരു ഭരണമാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ പിണറായിക്ക് തുടർഭരണമുണ്ടായാൽ സംസ്ഥാനം മൊഴിയും CPM മൊഴിയും. അതുകൊണ്ട് UDF ഭരണം. പക്ഷേ ഈ കച്ചൻ വനവാസത്തിന് പോകണം. ഇവനെ വനവാസത്തിന് വിടണമെങ്കിൽ 70 അല്ലെ 71 സീറ്റുകൾ മാത്രമേ UDFന് പാടുള്ളൂ. ആ സാഹചര്യം ഉണ്ടാവണം. അതുപോലെ ഈ കള്ളക്കമ്പട്ടങ്ങൾ നടത്തിയ രാഹുൽ എന്ന് പറയുന്ന ആ യുവനേതാവിനെ വേട്ടയാടിയ എല്ലാവർക്കും ഒരു മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാലക്കാട് യാതൊരു കാരണവശാലും UDF ജയിക്കുന്ന ഒരു അവസരം ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതിനായി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 233-ാം ദിനമാണ് ഇന്ന്. ഈ മിഷൻ നമ്മൾ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ കള്ളക്കേസുകൾ കൊടുത്തു, കൊട്ടേഷൻ കൊടുത്തു, സകല പ്രതിസന്ധികളും ഉണ്ടാക്കിയാലും ഇന്ന് 233-ാം ദിവസം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, കേരളമേ കേൾക്കുക. ഇനി 5 ദിവസം മാത്രം, വെറും 80 മണിക്കൂറുകൾ മാത്രം. ഓരോ നിമിഷവും നിങ്ങൾ ഈ കാണുന്ന എക്സിറ്റ് പോളുകളിലും കള്ളപ്രവചനങ്ങളിലും വിശ്വസിക്കരുത്. നമുക്ക് എന്ത് വേണമെന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ട്. ഇത്തരം മാനിപ്പുലേഷൻസിൽ നമ്മൾ വീണു പോകരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 70 അല്ലെ 71 സീറ്റിൽ കൂടുതൽ UDFന് കിട്ടരുത്. പക്ഷേ 71 സീറ്റെങ്കിലും UDFന് കിട്ടണം. BJPക്ക് 4-5 സീറ്റുകൾ അവരും വന്നോട്ടെ. CPM യാതൊരു കാരണവശാലും, LDF യാതൊരു കാരണവശാലും ഭരണത്തിൽ വരുന്നൊരു അവസരം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതി ഇനി യാതൊരു കാരണവശാലും നിയമസഭയുടെ പടിവാതിൽ ചവിട്ടുന്ന ഒരു അവസരം ഉണ്ടാവരുത്. അതിനുള്ളൊരവസരം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കരുത്. അതിനായി VD സതീശനെ അടക്കം കിണഞ്ഞ് പരിശ്രമിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത്. VD സതീശനെ വനവാസത്തിന് അയക്കണം, പിണറായി വിജയനെ അയാളുടെ വീട്ടിലേക്കും അയക്കണം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ജനങ്ങൾ വിളിച്ച അവരുടെ പ്രതികരണങ്ങളാണ്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. എന്റെ പേര് ജോസ്. സാറേ, ഈ പ്രാവശ്യം ഇങ്ങനെ ഈ നമ്മൾ രാഷ്ട്രീയം പറയല്ലേ, ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെ വേദന കൊണ്ട് പറയാ, ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാനും BJP ജയിക്കാനും വേണ്ടിയല്ലേ ഈ VD സതീശന് കളി മുഴുവൻ കളിച്ചത്? സംശയം എന്താ? അത് കാരണം ഞങ്ങൾ ഒരു ഭാഗം ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുക. കാരണം ചെയ്യാൻ പോയാൽ BJPക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ മറ്റവർക്ക് ചെയ്യണം. പിണറായി UDF LDFന് ഞങ്ങളുടെ ബലമായ സംശയം ഈ ഇവന് VD സതീശൻ ഇവരോട് BJPക്കോട് കോടികൾ മേടിച്ചിട്ടുണ്ട്. സതീശൻ 2 കൂട്ടറുകയിലും ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതിനുവേണ്ടി തന്നെ കളിച്ചല്ല, പിന്നെ ഒതുക്കുക എന്നുള്ളതല്ല, അവർക്ക് കള ഒരുക്കി കൊടുക്കാൻ വേണ്ടി കളിച്ച കളിയല്ലേ. അതായത് BJPക്ക് ജയിക്കാൻ വേണ്ടി കള ഒരുക്കി കൊടുത്തതല്ലേ. പാലക്കാട് നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭയല്ലേ സാധ്യത? എന്ത് തോന്നുന്നു? അതെ, ശോഭ തന്നെയാണ് സാധ്യത. കാരണം നേരത്തെ തന്നെ നമ്മളോട് സാറിനോട് തന്നെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ട്, ഞങ്ങൾ കോൺഗ്രസ്സുകാരാ, ഇവരില്ല എങ്കിൽ രാഹുൽ മാങ്കട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്ക് PC ജോർജിന് ഒരിക്കലും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അയാളെ ചുമ്മിക്കൊണ്ട് 2-3 ലക്ഷം ചുമ്മിക്കൊണ്ടിട്ട് അയാൾ വർഗീയത തുപ്പുകയല്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളിലും അയാൾ വർഗീയത തുപ്പുകയായിരുന്നു. ഞാനൊരു ദളിത് ക്രിസ്ത്യൻസാ. കാരണം അങ്കമാലിയിലെ ഒരച്ഛന്റെ വിഷയം വന്നപ്പം അയാൾ പറഞ്ഞ ദളിത് സ്ത്രീക്കുണ്ടായ വൈദികം പറയുന്ന ആരാ കേൾക്കുന്നല്ലേ ചോദിച്ച്, അവിടെ മുതലേ ഞങ്ങളുമായിട്ട് തന്നെ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളൊരു 10-40, ഞങ്ങളുടെ ഒരു ബൂത്തിൽ തന്നെ 10-40 പേര് ആർക്ക് വോട്ട് ചെയ്യുന്നില്ലെന്നുള്ള താരത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ പോയി നോട്ടായി വോട്ട് ചെയ്തിട്ട് വരണം. ഇവന്മാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എരുമേലി പൂഞ്ഞാറിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്ത് വരത്തേ ഉള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കല്യാണി നിന്ന സമയത്ത് 3-ാം സ്ഥാനത്താണ് പോയത്. ഈ പ്രാവശ്യം അത് തന്നെ വരത്തുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങൾ അതിനുവേണ്ടി അനേകരെ ഞങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ ഞങ്ങൾ കോൺടാക്ട് പറവൂര് ഒരു കാരണവശാലും VD സതീശൻ ജയിക്കരുതെന്നുള്ള ആഗ്രഹക്കാരാണ് ഞങ്ങൾ. രമേശ് പിഷാരടിയോടുള്ള വിദ്വേഷമല്ല, പക്ഷേ ഇവന്മാർ ഈ ചെയ്ത ഈ പണിക്ക് അതിനൊരു മറുപടി ജനങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതെ, അത് പാലക്കാടുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. അവരെല്ലാം പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങള് പിഷാരടിക്ക് ചെയ്തില്ല, BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. കാരണം BJP അവിടെ ജയിക്കാൻ വേണ്ടി കള ഒരുങ്ങിയെന്നുള്ളത് 100% ഉറപ്പായി. അതിനുവേണ്ടി തന്നെയാണ് എന്റെ ബലമായ സംശയം VD സതീശന്റെ ഡീലിന്റെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞത്. കാരണം അയാൾക്ക് മനസ്സിലായി യാതൊരു കാരണവശാലും ഇവനെ മുഖ്യമന്ത്രി ആക്കത്തില്ല എന്നുള്ള സന്ദേശം കിട്ടി. അതുകൊണ്ട് എനിക്കില്ലേ വേറെ ഒരുത്തരും വേണ്ട എന്നുള്ളൊരു ഇതാകുമ്പോഴത്തേക്കും 2 ഭാഗത്തു നിന്നും ഡീല് പ്രകാരമുള്ള പൈസ കിട്ടുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവായാൽ കൊള്ളയുടെ പകുതി ഇവന് കിട്ടുകയും ചെയ്യും, മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന പോലെ. അതെ, വളരെ വളരെ വളരെയധികം പേര്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച രാഹുൽ അവിടെ സ്വതന്ത്രമായിട്ട് എങ്ങനെ നിൽക്കുമെന്നാ ഓർത്തത്. ഇതോടുകൂടി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും പോയി.
അല്ല ഇതുകൊണ്ടല്ല എന്റെ അവൻ ഞാൻ വേറൊരു പ്രാവശ്യം ചിന്തിക്കുമ്പം അവൻ ബുദ്ധിപൂർവ്വം നിന്നിട്ട് അടുത്ത പ്രാവശ്യം ജനങ്ങളല്ലേ അടുത്ത പ്രാവശ്യം ഇവനെ കയറ്റിക്കൊണ്ട് വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇല്ല, അതൊക്കെ ഈ സമയത്ത് ഇവൻ നിരപരാധിയാണല്ലോ, അവൻ ഈ സമയത്തല്ലേ റെസ്പോണ്ട് ചെയ്യേണ്ടത്. അവൻ വീട്ടിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത്. കാരണം ഈ വി ഡി സതീഷിനേക്കാൾ അപ്പുറം തോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ മുരളി. കാരണം എന്നാന്ന് ചോദിച്ചാല് സാറിന് ഓർമ്മയുണ്ട്, ഇവൻ DIC ഉണ്ടാക്കി പോയ സമയത്തെ അത് കഴിഞ്ഞ് ഇവനെ പാർട്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഇവന് എവിടൊക്കെ ആരെയൊക്കെ കെഞ്ചി എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. 2 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി പട്ടി കരയുന്ന പോലെ കരയുന്നത് നമ്മൾ ഇപ്പോഴും ഓർമ്മയില്ലേ? ഞാൻ ഓർമ്മയുണ്ട്. ഞാൻ അതിനുശേഷം കരുണാകരൻ മരിച്ച സമയത്ത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും അവരുടെ വീട്ടിൽ ചെന്നപ്പോ വളരെ ഇവൻ താഴ്മയോടെ കൈയും കുപ്പി നിന്നൊരു രംഗം ഞങ്ങളിപ്പോ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവൻ ഇതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടി ഇവൻ കാണിച്ചിത്രയും വൃത്തികേടായാലും രാഹുൽ മാങ്കൂട്ടം കാണിച്ചിട്ടില്ലല്ലോ. കാരണം അവൻ ചെറുപ്പക്കാരനാണ്, പക്ഷെ അവൻ ചെയ്തോ ഇല്ലെന്നുള്ള കാര്യം. പക്ഷെ അവന്റെ പേരിൽ ഒരു തെളിവുകൾ ഇവർക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റിയില്ല. അതേസമയം ഇവര് തന്നെ സാറൊന്ന് ആലോചിച്ച് PK ശശി ഇവര് തിരിച്ചിവിടെ കൊടുത്ത് സീറ്റ് എടുക്കുക. PK ശശി ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇവൻ നിലപാടിന്റെ രാജകുമാരൻ പറഞ്ഞിട്ട് ഈ ഞരമ്പ് ശശിയെ എടുക്കുകയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ DNA ചോദിച്ച അൻവറിനെ കെട്ടിപ്പിടിക്കുകയും അത് തന്നെ ഈ ഓരോ പണി ചെയ്യുമ്പോഴും അതുപോലെ സുധാകരൻ എന്ന് പറയുന്ന ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആ അന്തംകമ്മിയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇവന്റെ നിലപാടെന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കത്തില്ലേ? BJP ജയിക്കാൻ വേണ്ടി കള ഒരുക്കി കൊടുത്തായി ഈ സതീശൻ. രാഹുലിനെ തോപ്പിക്കുക എന്നുള്ളതല്ല, അവിടെ BJP ജയിച്ചു വരണം, അതിനുവേണ്ടിയുള്ള കള ഒരുക്കി കൊടുത്താ. ഏതായാലും ഇലക്ഷൻ കഴിയട്ടെ. പക്ഷെ ഞങ്ങളുടെ ഒരു തീരുമാനം എന്താ, ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല. അഥവാ പോയി ചെയ്താലും നോട്ടായി ചെയ്തിട്ട് പോരുക. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കണം. എങ്ങനെന്ന് വെച്ചാൽ അയാൾ പറയുന്ന ഈ വാക്കുകളെ കേട്ടിട്ട് അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് പോലും നിൽക്കാതെ അദ്ദേഹം ഈ ചെയ്യുന്നത്, അദ്ദേഹം ഞാനങ്ങ് അയാളുടെ നല്ല പ്രവൃത്തിയിൽ വിളിക്കും. എനിക്ക് 70 വയസ്സുള്ള ഒരു വിജയം വേണം. ഈ രാഹുലിനെ യുവമാർ വ്യക്തിഹത്യ ചെയ്യിച്ച് നശിപ്പിച്ച് ഈ VD സതീശനും സംഘവും പ്ലാൻ ചെയ്ത പോലെ അവനെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവനെ ഒതുക്കി ഇവർ വെച്ചേക്കുക. അന്നേരം ആ സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട്ട് ഈ സതീശനും സംഘവും ഇറക്കിയ പിഷാരടിയോട് നമുക്ക് പിണക്കൊന്നുമില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ ഓർക്കണം, പിഷാരടി അവിടെ ജയിച്ചാൽ ഈ VD സതീശനും ഈ ഗൂഢസംഘവുമാണ് വിജയിക്കുന്നത്. ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ എങ്ങനെ വിധി എഴുതണം? എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഞാൻ എന്തോ പറയണമെന്നറിയാൻ വയ്യാത്ത രീതിയിലാണ്. ഈ LDF വരരുതെന്ന് ആഗ്രഹമുണ്ട്, BJPയും വരരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടം ആരും അവിടെ വരണ്ടുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും കാണാനും കേൾക്കാനും ആരും ഇതിനും ആൾക്കാർ ഇവിടെ പേപ്പർ കൊണ്ടുകളൊക്കെ വരുന്നവരോടൊന്നും എനിക്ക് വോട്ടില്ല എന്ന് പറഞ്ഞങ്ങ് വിടുവാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകര് ചെയ്യേണ്ടുന്നത് ഒന്നും ചെയ്തില്ല സാറേ. എന്താ നമ്മൾ പറയുക, ആ സതീശൻ എന്ന് പറയുന്ന സാധനത്തിനെ ഏത് ഭാഷയിൽ വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഇപ്പം ഈ പിഷാരടിയോട്, അതായത് പിഷാരടിയുടെ തമാശയും പുള്ളിയുടെ വർത്താനവും ഒക്കെ ആയിട്ട് വോട്ട് ചെയ്യാൻ ഇവന്റെ പിന്നിൽ മുറഞ്ഞിരിക്കുന്നത് VD സതീശനാണെന്ന് മറക്കരുത്. അന്നേരം അതുകൊണ്ട് പാലക്കാട് UDF അധികാരത്തിൽ വരണം. പക്ഷെ പാലക്കാട് കൃത്യമായ മറുപടി പാലക്കാടൻ മക്കൾ കൊടുക്കണം. യാതൊരു കാരണവശാലും സതീശൻ ഇറക്കിയ ഈ ഡമ്മി അവിടെ വിജയിക്കാൻ പാടില്ലെന്ന് എനിക്ക് 101% ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഗണപതി ബപ്പയോട് തൊഴുന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ നേർച്ച വരെ നേർന്നിട്ടുണ്ട്. എൻ്റെ പൊന്ന് സാറേ, സത്യം പറയുകയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, നേർച്ച വരെ ഞാൻ നേർന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ല. അതുപോലെ ഈ VD സതീശൻ എന്ന് പറയുന്ന നാശം പിണറായിയും ഇവനെ രണ്ടിനെയും കൂടെ ഒരു നോത്തി കെട്ടി, അതായത് പിണറായിയുടെ അവസാനം LDF കയറരുത്, UDF അധികാരത്തിൽ വരണം, പക്ഷേ ഈ VD സതീശൻ കയറരുത്. VD സതീശൻ അതുപോലെ തന്നെ രാഹുലിനെ ക്രൂശിക്കാൻ നിന്ന ഇവനോടൊപ്പം നിന്ന K മുരളീധരന്, ഷാനിമോൾ ഉസ്മാന്, ബിന്ദു കൃഷ്ണ. സാറേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടെ, ആ K സുധാകരൻ എന്ന് പറയുന്ന പ്രായമുള്ള മനുഷ്യനെ അയാൾ എന്ത് സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ അത് മാറിപ്പോയല്ലോ? ഈ പറഞ്ഞ പോലെ അയാളെയും വരട്ടി, എന്തെന്നോ അയാളെയും വരട്ടി, അയാളെയും മാറ്റി, ഇതാണ് സകലയും വരട്ടി ഒതുക്കി ഈ തെൻകണി സതീശൻ വന്നാൽ പിണറായി വിജയനേക്കാളും വൃത്തികെട്ടവനായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവൻ സതീശൻ കയറിയാലും ഭരിക്കുന്നത് പിണറായി ആയിരിക്കും. അന്നേരം പിണറായിസം മാറി സതീശനിസം വന്നു എന്ന് മാത്രം.
പുറത്തെ കാണും സതീഷ്, അകത്തൂടെ എല്ലാം പിണറായി ആയിരിക്കും ഭരിക്കുന്നത് എല്ലാ കാര്യത്തിലും, അതിന് സംശയമില്ല. പിന്നെ ഞാൻ പറയാൻ വന്ന എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഹുലിന് വന്ന് ഇപ്പൊ നാണ്ട അയാൾ ആ കണക്കൊക്കെ പറയുകയും അടിക്കുകയൊക്കെ ചെയ്തപ്പം കണ്ടോ വീണ്ടും അയാൾക്ക് കോടതി പേപ്പർ വന്നിരിക്കുന്നു. എന്റെ പൊന്നു സാറേ, ആ രാജീവ് ഗാന്ധി എനിക്ക് വന്നതുപോലൊന്നും വരാതിരിക്കണേന്ന് ഞാനൊന്ന് അഭ്യർത്ഥിച്ച് പറയാം. എല്ലാവരും അതിന് ഉഷാറായിരിക്കണം. ആ കൊച്ചിനോട് പറയണേ, എന്റെ പൊന്നു കുഞ്ഞ് നീ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. അത്രേ ഉള്ളൂ സാറേ എനിക്ക് പറയാം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.